എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ആയുധ വ്യാപാര മാർക്കറ്റിനെ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്ത, അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഉടൻ തന്നെ യൂറോപ്പിലെ ഒരു രാജ്യത്ത് വലിയൊരു ആയുധ നിർമ്മാണശാല തുടങ്ങാൻ പോകുന്നു എന്നുള്ള അതിസുപ്രധാനപ്പെട്ട ഒരു വാർത്ത. അതായത് ഗ്രീസോ, സൈപ്രസോ, അർമീനിയോ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇന്ത്യ ഉടൻ തന്നെ ഏകദേശം 4-5 മാസത്തിനുള്ളിൽ തന്നെ വലിയൊരു ആയുധ നിർമ്മാണശാല തുടങ്ങാൻ പോകുന്നു എന്നവർ പറയുന്നു. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് ഇന്ത്യ യൂറോപ്പിൽ ഇത്തരത്തിൽ നിർമ്മിക്കാൻ പോകുന്നത്, ഒരു ആയുധ നിർമ്മാണശാല തുടങ്ങാൻ പോകുന്നത്? അത് ഇന്ത്യക്ക് വെളിയിൽ, ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതായത് കൊളാബറേഷനിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൊളാബറേഷനിലല്ല, ഇത് ശരിക്കും ഇന്ത്യ മറ്റുള്ള രാജ്യക്ക് സപ്ലൈ, അതായത് സെയിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതായത് അതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് സെയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പ്രത്യേകിച്ച് ഗ്രീസ്, സൈപ്രസ്, അർമേനിയ ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് തന്ത്രപ്രധാനമായ ഡിഫൻസ് സെക്ടറിൽ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. കൂടുതലും കൊടുക്കലാണ്, വാങ്ങലുകൾ കുറച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഈ അർമേനിയൻ ഒരു ഗവൺമെൻറ് ഒരുപാട് ടീം കഴിഞ്ഞ ദിവസം ഇവിടെ 1-2 മാസം മുന്നേ ഇവിടെ വന്നിരുന്നു. ഒരുപാട്, അതായത് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഒരുപാട് അർമേനിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ അർമേനിയയും അസർബൈജാനും ഇഷ്യൂസൊക്കെ ശരിക്കും അസർബൈജാനെ ശരിക്കും തീർത്ത് കൊടുത്തത്, അവന്മാർ ആ കഴപ്പങ്ങ് തീർത്ത് കൊടുത്തത് ശരിക്കും ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ ആയുധങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പാണെന്ന് വെച്ചാൽ സ്ട്രൈക്ക് റേറ്റ് വില കുറവാണ്. പിന്നെ സ്ട്രൈക്ക് റേറ്റ് 95 എബോവ് ആണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ലോകരാജ്യങ്ങൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക, അതായത് പാകിസ്ഥാൻ ഉപയോഗിച്ച് F-16 ചൈനയുടെ JF-17 നമ്മൾ അടിച്ചിട്ടത് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ റഡാറിൽ പെടാത്ത പല കാര്യങ്ങളും, അതായത് അമേരിക്ക കൊടുത്ത പല ആയുധങ്ങളും പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ട് വിട്ട കാര്യങ്ങളൊക്കെ റഡാറിൽ പെടാത്തതായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് അത് സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ അത് അടിച്ചിട്ടു. അപ്പോൾ ഇന്ത്യയുടെ ശരിക്കും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ ഹിറ്റ് റേറ്റും സ്ട്രൈക്ക് റേറ്റൊക്കെ ശരിക്കും ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ശരിക്കും ഈ വെപ്പൺ മാർക്കറ്റിൽ നമ്മളൊരു വലിയ പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊടുന്നിന് എന്താണ് ഇന്ത്യക്ക് വെളിയിൽ ഇത്തരത്തിലുള്ള ഒരു ആയുധ നിർമ്മാണശാല തുടങ്ങാൻ പോകുന്നതെന്ന് വിശദമായി പറഞ്ഞു തരാം. അതായത് പ്രത്യേകിച്ച് ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന മേഖലയിൽ ഈ ബോയിങ്ങും എയർബസുമാണ് ഭയങ്കര അധികമായത്. മറ്റു രാജ്യങ്ങൾക്ക് കുറവാണ്, റഷ്യക്കൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയും റഷ്യയും വലിയൊരു ഡീല് സൈൻ ചെയ്തിരുന്നു. അതായത് നമ്മൾ പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ. അപ്പോൾ ഇന്ത്യ ആ ഒരു കരാർ ഒപ്പിടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സാധനം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ സോഴ്സ് കോഡ് ആവശ്യമാണ് നമുക്ക്. അതായത് സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം, പ്രത്യേകിച്ച് പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയാലും ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഈ ഏവിയേഷൻ സെക്ടറിൽ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഒരു കിൽ സ്വിച്ച് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫൈറ്റർ ജെറ്റ് വിമാനം നമ്മളിപ്പം ഒരു രാജ്യത്ത് കൊടുത്തു, മറ്റൊരു രാജ്യത്തിന് കൊടുത്തു, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് പ്രവർത്തനം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇതിനകത്തുണ്ട്, വിമാനത്തിലുണ്ട്. അതിനാണ് കിൽ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിലായിരിക്കില്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യ ഒരു ഫൈറ്റർ ജെറ്റ് ഒരു വേറെ രാജ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് അതിന് ഓഫ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിസ്ഫങ്ഷനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് കൺട്രോൾസ് കിട്ടൂ. അപ്പോൾ റഷ്യ ആയിട്ട് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ കരാർ ഒപ്പിടുമ്പോൾ തന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ച കാര്യം അതിൻ്റെ സോഴ്സ് കോഡ് വേണമെന്നാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അടുത്ത മാസം തൊട്ട്, ഈ 2026 ജനുവരി തൊട്ടാണ് ഗുജറാത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഇന്ത്യ റഷ്യ കൊളാബറേഷനിലെ പാസഞ്ചർ എയർക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ബോയിങ്ങിനായാലും എയർബസിനായാലും പൂർണ്ണമായി മാറ്റി നിർത്തും. അത് ബോയിങ് സേഫ് അല്ല. നമുക്കറിയാം, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തമൊക്കെ ഉണ്ടായത് എയർ ഇന്ത്യയുടെ 787 ഡ്രീം ലൈനർ സീരീസാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പരിശോധിക്കാൻ പറ്റൂ. നമ്മൾ കണ്ടില്ലേ, ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അമേരിക്കയിലോട്ട് പോവുകയും ചെയ്ത്, ഈ അമേരിക്കയുടെയാണല്ലോ ഈ ബോയിങ്. അപ്പോൾ അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ, അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, എന്തെങ്കിലും എക്സ്പ്ലോഷൻ നടന്നോ, ആരെങ്കിലും എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ച് എന്തെങ്കിലും നടത്തിയോ എന്നൊക്കെയുള്ള കാര്യം അറിയണമെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടുപോകണം. അത് സോഴ്സ് കോഡ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇന്ത്യ ഇപ്പം ഈ കൊളാബറേഷൻ ഉണ്ടാക്കുമ്പോൾ, ഇത്തരത്തിലുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ലോക വെപ്പൺ മാർക്കറ്റിൽ മിക്ക ആൾക്കാർക്കും ആയുധം സപ്ലൈ ചെയ്യുന്ന അമേരിക്ക, ഏകദേശം 70% രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്ന അമേരിക്കയും ചൈനയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ എയർക്രാഫ്റ്റ് കൊടുക്കുമ്പോൾ സോഴ്സ് കോഡ് കൊടുക്കാറില്ല. പക്ഷേ ഇന്ത്യ, ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രീസ് ആയാലും സൈപ്രസ് ആയാലും അർമേനിയ ആയാലും അവരൊരു വലിയ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിങ്ങനെ വലിയ ചെയ്തിട്ട് എയർക്രാഫ്റ്റ് പാസഞ്ചർ ആയാലും ഫൈറ്റർ എയർക്രാഫ്റ്റൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് സോഴ്സ് കോഡ് സഹിതം കൊടുക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവും. അതായത് ഇപ്പം പല രാജ്യങ്ങളും ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഇത് വാങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് കണ്ടീഷൻസ് അവർ അഗ്രി ചെയ്തിട്ടാണ് വാങ്ങുന്നത്. ഇപ്പോൾ അമേരിക്ക തന്നെ ഒരു രാജ്യത്തിന് ഒരു ആയുധം കൊടുക്കുമ്പോൾ, ഒരു ഫൈറ്റർ ജെറ്റ് കൊടുക്കുമ്പോൾ അമേരിക്ക തന്നെ പറയും, നിങ്ങൾ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻസ് സൈൻ ചെയ്തിട്ടാണ് അമേരിക്ക കൊടുക്കുന്നത്. പക്ഷേ അതൊക്കെ ശരിക്കും വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ആ ഒരു പോയിന്റിലേക്കാണ് ഇന്ത്യ ടാപ്പ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് മേക്ക് ഇൻ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ വലിയ മെഷീൻ ഗൺസ്,
അതിൻ്റെ സോഴ്സ് കോഡ് അതിൻ്റെ യഥാർത്ഥം മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുമാതിരി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആയുധങ്ങൾ കുറച്ച് കാറ്റഗറൈസ് ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് കാറ്റഗറൈസിൽപ്പെട്ട ആയുധങ്ങളൊക്കെ സോഴ്സ് കോഡ് സഹിതം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ റഷ്യൻ കൊളാബറേഷൻ ഉണ്ടാക്കുന്ന പാസഞ്ചർ എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇതിൻ്റെയൊക്കെ സോഴ്സ് കോഡ് സഹിതം മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വെപ്പൺ മാർക്കറ്റിൽ അമേരിക്കയുടെയാലും ചൈനയുടേതായാലും അവരുടെ ഡോമിനൻസ് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് യൂറോപ്പ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഈ വെപ്പൺസും നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ജിയോഗ്രാഫിക്കൽപരമായ പല കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കേണ്ടി വരും. അതായത് നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലാണെങ്കിൽ പല മഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ തന്നെ ഇപ്പം കടലിൽ എന്തെങ്കിലും ഒരു സാധനം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവർക്കും നോട്ടം പ്രഖ്യാപിക്കില്ലേ. അപ്പോൾ അതുമാതിരി രഹസ്യമായിട്ട് ഇതിൻ്റെ സീക്രസി കീപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലെ ജിയോ ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതായത് ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പല ക്ലൈമറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ഈ പല വ്യത്യസ്തമായ കാലാവസ്ഥയിൽ അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇന്ത്യയിലാണെങ്കിൽ അത്തരത്തിലുള്ള ഇത് സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ യൂറോപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. അതുമാത്രമല്ല വളരെ വില കുറഞ്ഞ രീതിയിൽ പിന്നെ ഗ്രീസ് ആയാലും സൈപ്രസ് ആയാലും ഈ അർമേനിയ ആയാലും അവർ ഒരുപാട് ഇതിനെ സപ്ലൈ ചെയ്യും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമുക്ക് കിട്ടാത്ത സാധനങ്ങൾക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഡിഫറൻറ്റ് ജിയോ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇന്ത്യയിലെ സാഹചര്യങ്ങളും ഉപയോഗിക്കാം. യൂറോപ്പിലെ ഈ പ്രത്യേകിച്ച് ഗ്രീസൊക്കെ ഫുൾ ടൈം മഞ്ഞൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ കിടന്ന് ശരിക്കും അത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു നീക്കം, അതായത് നീക്കം എന്നല്ല ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഇനീഷ്യൽ ലെവലിൽ ചർച്ച നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഗ്രീസിൻ്റെ ആയാലും സൈപ്രസ് ആയാലും ഈ അർമേനിയത്തിൻ്റെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ഉറപ്പിച്ച് പോയിട്ടുണ്ട്. അതിന് വിശദമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഈ ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഇവരൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ഒരു കൊളാബറേഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഗ്രീസിനും സൈപ്രസിനായാലും അർമേനിയക്കായാലും അവരുടേതായ അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം അർമേനിയക്കായാലും വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വേണം ഈ അസർബൈജാനെ നേരിടാൻ വേണ്ടിയിട്ട്. ഗ്രീസിനായാലും അവർ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട് ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ പല സോഴ്സ് കോഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാം. അത്തരത്തിലുള്ളൊരു ഇതിലേക്കാണ് ടാപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഈ അന്താരാഷ്ട്ര വെപ്പൺ മാർക്കറ്റിൽ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഓൾറെഡി അമേരിക്കയുടെയും ഈ ചൈനയുടെയും ആയുധങ്ങളൊക്കെ കളിപ്പാട്ടങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ സംഭവങ്ങളാണ് ഉപയോഗിച്ചതെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങളും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ അഗ്നി 3, അഗ്നി 5, അഗ്നി 6, അതായത് അഗ്നി 5 ഒക്കെ ഏകദേശം 16,000-15,000 കിലോമീറ്റേഴ്സ് വരെ ലോഞ്ചിങ് കപ്പാസിറ്റി ഉള്ള, അതായത് ഇവിടുന്ന് ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്ക് വരെ ഏകദേശം ഒരു എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 12,000 കിലോമീറ്റർ ആണുള്ളത്. അതായത് ഇവിടുന്ന് മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 16,000 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ അഗ്നിയൊക്കെ. അതിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ വലിയ ഹെവിയാണ്. പിന്നെ അതുമാത്രമല്ല ബ്രഹ്മോസിൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ബ്രഹ്മോസിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് നമ്മളിപ്പോൾ യൂറോപ്പിൽ നിർമ്മിക്കാൻ പോവുകയാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വലിയ രീതിയിൽ ഓരോ രാജ്യങ്ങൾക്കും അവരുടെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബ്രഹ്മോസിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല ഒരു അഗ്നിയായാലും തേജസ് ആയാലും ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓരോ രാജ്യങ്ങൾക്കും അവരത് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജിയോ ലൊക്കേഷൻ, അതായത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇപ്പം പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലെ ആ കാലാവസ്ഥക്കനുസരിച്ചുള്ള ആയുധങ്ങൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇന്ത്യ യൂറോപ്പിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂറോപ്പ് തിരഞ്ഞെടുക്കാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ടെസ്റ്റ് ചെയ്യാം. അതായത് ഈ നമ്മുടെ ഇവിടെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ചൂടുള്ള രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് അത്തരത്തിലുള്ള അവിടെയൊക്കെ എല്ലാ മേഖലയിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കാലാവസ്ഥക്കനുസരിച്ച് അവർ ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അവരുടെ എനിമീസ് ആരൊക്കെയാണ്, ആ രാജ്യങ്ങളിൽ ഇതൊക്കെ അനുസരിച്ചാണ് ഇവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വലിയ ടെസ്റ്റ് ചെയ്യാനൊക്കെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് തന്നെയാണ് യൂറോപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ അതുമാത്രമല്ല ഈ സൈപ്രസ് ആയാലും അർമേനിയ ആയാലും അവർക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇന്ത്യ ജിയോ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ തന്ത്രപ്രധാനമായ ഒരു പാർട്ട്ണറായിട്ട് അവർ കാണുന്നുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് എന്ന് വെച്ചാൽ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വലിയ പ്ലാനും ഉണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചും കാണും. അപ്പോൾ എന്ത് തന്നെയാലും ലോക ആയുധ മാർക്കറ്റിൽ ഇന്ത്യ വലിയൊരു പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അപ്രമാദിത്വം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് ഇസ്രയേലും ഒരു മൗനസമ്മതം നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രയേലി അടുത്ത കാലത്തൊക്കെ നമ്മുടെ ഈ ഹമാസിനെതിരെ പോരാടുമ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെട്ട ആയുധങ്ങൾ പെട്ടെന്ന് അമേരിക്കക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സവിശേഷമായ സാഹചര്യങ്ങൾ അവൾ ഭാവിയിൽ നേരിടും എന്ന് കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഇത്തരം പ്രോജക്റ്റുകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തുടങ്ങട്ടെ. ഇന്ത്യ വെപ്പൺ മാർക്കറ്റ് അമേരിക്കയും ചൈനയും കൈവശപ്പെടുത്തിയിരിക്കുന്ന ആ മാർക്കറ്റ് ഇന്ത്യ കീഴടക്കട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.